നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് ഡെപ്ത് കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ കോളം ഇതാണ്. ഇതിൻ്റെ ഒരു സൈഡ് 3 ആണ്, ഒരു സൈഡ് 2 ആണ്, സെൻറ്ററിലൊരു കോളം ഉണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിപ്പോൾ രണ്ട് റെക്റ്റാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ രണ്ട് ഡയറക്ഷനും നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ എക്സ് ഡയറക്ഷനിൽ നമുക്കൊരു മൊമെൻറ്റ് കണ്ടെത്തണം, വൈ ഡയറക്ഷനിൽ നമുക്കൊരു മൊമെൻറ്റ് കണ്ടെത്തണം. രണ്ടും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യണം. അപ്പോൾ ഈ ഒരു കേസിൽ ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ എലോങ് ഷോർട്ടർ ഡയറക്ഷൻ ലോങ്ങർ ഡയറക്ഷൻ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമുക്ക് MU(x) MU(y) എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ MU(x) ആണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെ MU(x) എന്ന് പറഞ്ഞാൽ ഇതാണ് MU(x). നമ്മൾ ഈ ബെൻഡിങ് മൊമെൻ്റ് കേസിൽ നമ്മൾ സെക്ഷൻ ഈസ് അറ്റ് ഫേസ് ഓഫ് കോളത്തിലാണ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, XX എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ഇവിടെ MU(x). അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് ഏരിയ ആയിട്ട്, ബെൻഡിങ് മൊമെൻ്റ് ഉണ്ടാക്കുന്ന ഷെയ്ഡഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ MU(x) നോക്കാം. MU(x) എങ്ങനെ കണ്ടെത്തുക നോക്കാം. അപ്പോൾ ഇവിടെ MU(x) എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് 3 ആണ്. എപ്പോഴും ബേസ് ആയിട്ട് ലാർജർ ഡയമെൻഷൻ വരുമ്പോൾ, ഇപ്പോൾ 2 ഡയമെൻഷൻ, ഒന്ന് 3ഉം ഒന്ന് 2. അപ്പോൾ ലാർജർ ഡയമെൻഷനാണ് ബേസ് ആയി വരുന്നത്. എങ്ങനെയാണ് അത് MU(x) എന്നും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഇനി അടുത്ത ഡയറക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ MU(y) എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഷെയ്ഡഡ് ഏരിയയാണ് നമ്മൾ MU(y) എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് 2 ആണ്. അപ്പോൾ അങ്ങനെ ചെറിയ ഡയമെൻഷൻ വരുന്നത് MU(y)യും ബേസ് ആയിട്ട് വലിയ ഡയമെൻഷൻ വരുന്നത് MU(x) ആയിട്ട് കൊടുക്കുക. ഞാൻ ഷോർട്ടർ ഡയറക്ഷൻ ലോങ്ങർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അത് പറയാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിനി നെക്സ്റ്റ് MU(x) എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ കോൺസെൻട്രിക് ലോഡാണ് നമ്മൾ വരച്ചതെങ്കിൽ നമ്മൾ ഇവിടുത്തെ സോയിൽ പ്രഷർ കൺസിഡർ ചെയ്യായിരുന്നു. സോയിൽ പ്രഷർ നമുക്കറിയാം യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ, കോൺസെൻട്രിക്കിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആ പ്രഷർ എന്താണ് അതിനെ ഈ ഒരു ഷെയ്ഡഡ് ഏരിയയിലേക്ക് മാറ്റിയിട്ട് ഇൻറ്റു ഡിസ്റ്റൻസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മൊമെൻറ്റം കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ടല്ല പ്രഷർ. നമുക്കറിയാം ഇവിടെ ഒരു ഭാഗത്ത് Q മാക്സിമം ഒരു ഭാഗത്ത് Q മിനിമം ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വരുന്നത്. അത്തരത്തിലുള്ള കേസിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു കേസിലെന്ന് പറഞ്ഞാൽ ഇവിടെ Q മിനിമം ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ Q മാക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 151.66 ആണ്. ഇവിടെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 231.66 ആണ്. അപ്പോൾ നമ്മുടെ സെക്ഷൻ കടന്നു പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള പ്രഷറാണ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ മൊമെൻ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് റെക്റ്റാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ ഈസി ആയിരുന്നു നമുക്ക്. പക്ഷേ ഇത് പറഞ്ഞാൽ ഒരു ട്രെപ്പിസോയിഡൽ ഷേപ്പുള്ള ഇതാണ്. അപ്പോൾ ഈ ഒരു ട്രെപ്പിസോയിഡൽ ഷേപ്പ് കൺസിഡർ ചെയ്തിട്ട് വേണം അവിടെ എത്ര മൊമെൻറ്റം ഉണ്ടാവുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ട്രെപ്പിസോയിഡൽ സെക്ഷൻ, ഈ ഒരു സെക്ഷൻ എത്രയാണ് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു റെക്റ്റാങ്കിളും അതുപോലെ ട്രയാങ്കിളും ആക്കി മാറ്റി. അപ്പോൾ ഇത് ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 151.66 തന്നെയായിരിക്കും. ബാക്കി റിമൈനിങ് എന്ന് പറയുന്നത് 80 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ X ആക്കി എടുത്താൽ, ഈ ഒരു ഡിസ്റ്റൻസ് X ആക്കി എടുത്താൽ നമുക്കറിയാം X ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് 1.75 ആണ്. ഇതെന്ന് പറഞ്ഞാൽ 1.25 ആണ്. നമുക്കറിയാം ഫേസ് ഓഫ് കോളമാണ് വരുന്നത്. അപ്പോൾ ഫേസ് ഓഫ് കോളത്തിലാണ് സെക്ഷൻ വരുന്നത്. അതുകൊണ്ട് ഇവിടെ നേരത്തെ കേസിൽ വൺ വേ ഷെയർ നമ്മൾ ചെയ്ത സമയത്ത് 1.25 മൈനസ് D എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതെന്താ D ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. പക്ഷെ ഇവിടെ ഫേസ് ഓഫ് കോളം ആയതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25 ആയിരിക്കും. 1.25 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടുക? ടോട്ടൽ ഡിസ്റ്റൻസ് 3 ആയിരുന്നു. 3 മൈനസ് ഈ കോളത്തിൻ്റെ ഒരു സൈഡ് 3 മൈനസ് 0.5/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇത് 1.25 അതിനോട് 3 മൈനസ് 1.25 ബാക്കി റിമൈനിങ് എന്ന് പറഞ്ഞാൽ 1.75 ആണ്. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. X ഡിവൈഡഡ് ബൈ 1.75 ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. 80 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് X ഈക്വൽ ടു 46.67 എന്ന് കിട്ടും. സോ QUX എന്ന് പറഞ്ഞാൽ ആ X എന്ന് പറഞ്ഞ സെക്ഷനിലുള്ള QU പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 151.66 പ്ലസ് X അല്ലേ. Xൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തി 46.67. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 198.32 കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇപ്പം നമ്മുടെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു ഷെയ്ഡഡ് ഏരിയയിലുള്ള പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം അല്ല, അതൊരു ട്രെപ്പിസോയിഡൽ ഷേപ്പിലാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വരച്ച് നോക്കാം. അത് മാത്രം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്ഷൻ ഇവിടെ XX എന്ന് പറഞ്ഞ സെക്ഷൻ ഇവിടെ ഉണ്ട്, XS എന്ന് പറഞ്ഞ സെക്ഷൻ ഇവിടെ ഉണ്ട്. അവിടെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 198.32 ആണ്. ഇവിടെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 231.66 ആണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷനുള്ളൊരു പ്രഷർ
ഈ ഒരു സെക്ഷനിൽ എക്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ എത്ര മൊമെൻറ്റ് ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊരു റെക്റ്റാങ്കുലർ ട്രയാങ്കുളും ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി റെക്റ്റാങ്കുലർ പോർഷൻ ഇവിടെ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് പ്ലസ് ട്രയാങ്കുലർ പോർഷൻ അവിടെ ഉണ്ടാക്കുന്ന മൊമെൻ്റാണ് നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ സെറ്റ് ഫേസ് ഓഫ് കോളം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എം യു എക്സ് കാണണമെങ്കിൽ ആദ്യം ഈ റെക്റ്റാങ്കുലർ പോർഷനാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. 198.32 ഇൻറ്റു അതിൻ്റെ ഈ ഒരു വിഡ്ത്ത്, അതിൻ്റെ ഒരു ഇതിപ്പോൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിന് ഞാൻ ലോഡിലേക്ക് മാറ്റണം. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിനെ ഞാൻ 2 ലെങ്ത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് ന്യൂട്ടണിലേക്ക് മാറും. അപ്പോൾ അതിന് ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്താണ്. ഇത് എത്രയാണ് നമുക്കറിയാം, 1.25. ഇനി നെക്സ്റ്റ് അത് ആക്ട് ചെയ്യുന്നത് ഈ ഒരു 3 മീറ്റർ വിഡ്ത്തിലേക്കാണ്. അത് ഈ ഇത്രയും മീറ്റർ വിഡ്ത്തിലേക്കാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ട്രപ്പിസോയിഡൽ ഷേപ്പുള്ള ഈ സാധനം നമുക്കറിയാം ഈ ഒരു മീറ്റർ വിഡ്ത്തിലേക്കാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇത്രയും ലെങ്ത്താണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ കണ്ടെത്തിയ 198.32നെ നമ്മൾ ഈ 1.25നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ 2 മീറ്ററിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കതിനെ എന്തിലേക്ക് മാറ്റി, ന്യൂട്ടണിലേക്ക് മാറ്റി. നമ്മൾ ലോഡ് കിട്ടി. അപ്പോൾ ഈ ലോഡ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഇത് ഈ ഷേഡഡ് പോർഷൻ്റെ സെൻറ്ററിലായിരിക്കും നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത് സെൻറ്ററിലായിരിക്കും. അപ്പോൾ ഇതിന് മൊമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്റ്റൻസിനെ കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.25ൻ്റെ പകുതിയായിരിക്കും. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്. ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ പോർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ട്രയാങ്കുലർ ഷേപ്പ്. അപ്പോൾ ഈ ട്രയാങ്കുലർ ഷേപ്പ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ഫിഗറിൽ ഇത്രയും ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആദ്യം ഈ റെക്റ്റാങ്കുലർ പോർഷൻ നമ്മൾ ഈ വയലറ്റ് കളറിൽ കാണിച്ച റെക്റ്റാങ്കുലർ പോർഷൻ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് നമുക്ക് ഈ ട്രയാങ്കുലർ പോർഷൻ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് കണ്ടെത്തണം. ഈ ട്രയാങ്കുലർ പോർഷൻ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്കറിയാം ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ കണ്ടെത്തണം. ഈ ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ലെങ്ത്ത്. അത് ചെയ്താൽ ട്രയാങ്കുലർ പോർഷന് കിട്ടും. അത് ആക്ട് ചെയ്യുന്നത് ഈ 2 മീറ്റർ ലെങ്ത്തിലേക്കാണ്. ഇൻറ്റു 2 മീറ്റർ ചെയ്യും. അതിനുശേഷം ഇത് ട്രയാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേസിലേക്ക് ഇത് ആക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ 2/3 ടൈംസ് ഈ വിഡ്ത്തായിരിക്കും. 2/3 ടൈംസ് ഈ വിഡ്ത്ത്. 2/3 ടൈംസ് 1.25 ആയിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോഴും ട്രയാങ്കുലർ പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർണറിൽ നിന്ന് 2/3 ആയിരിക്കും. ബേസിൽ നിന്ന് 1/3 ഡിസ്റ്റൻസ് അപ്പാർട്ട്. അപ്പോൾ 2/3 ഇൻറ്റു 1.25 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണ് ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ രീതിയിൽ ട്രയാങ്കുലർ പോർഷൻ്റെ സെപ്പറേറ്റ് കണ്ടെത്തണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് ടോട്ടൽ MUX എത്രയെന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ 198.32 ഇൻറ്റു 1.25 ഇൻറ്റു 2 മീറ്റർ വിഡ്ത്തിലേക്കാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇൻറ്റു ഡിസ്റ്റൻസ് ഇതിപ്പോൾ സെൻട്രൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ 1.25 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. 1.25 ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഇത് റെക്റ്റാങ്കുലർ പോർഷൻ കാരണം ഉണ്ടാകുന്ന മൊമെൻ്റാണ്. അതിൻ്റെ കൂടെ ട്രയാങ്കുലർ പോർഷൻ ഉണ്ടാക്കുന്ന മൊമെൻറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അത് ഉണ്ടാകുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഓഫ് ദിസ് ട്രയാങ്കുലർ പോർഷൻ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് കാണണം. ഈ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ 231.66 മൈനസ് 198.32 ആയിരിക്കും ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹാഫ് ഇൻറ്റു 231.66 മൈനസ് 198.32 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.25. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി. അത് 2 മീറ്റർ വിഡ്ത്തിലേക്കാണ് ആക്ട് ചെയ്യുന്നത് ഇൻറ്റു 2. അപ്പോൾ അവിടെയുള്ള ടോട്ടൽ ലോഡ് കിട്ടി. അപ്പോൾ ആ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് 2/3 ടൈംസ് 1.25 മാറിയിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം 2/3 ഇൻറ്റു 1.25 വരും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 309.875 പ്ലസ് 34.72 ദാറ്റ് ഈസ് ഈക്വൽ ടു 344.6 കിലോ ന്യൂട്ടൺ മീറ്ററാണ് MUX എന്ന് പറയുന്നത്. MUXൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. അപ്പോൾ അവിടെ MUX എന്ന് പറയുമ്പോൾ നമ്മൾ ബേസ് ആക്കി എടുക്കുന്നത് വലിയ ഇതാണ്. അപ്പോൾ അതിൻ്റെ താഴെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം അല്ല. ഒരു ഭാഗത്ത് Q മിനിമം ഒരു ഭാഗത്ത് Q മാക്സും ആണ്. അപ്പോൾ നമ്മുടെ സെക്ഷൻ കൺസിഡർ ചെയ്ത് ആ സെക്ഷൻ്റെ രണ്ടറ്റത്തുള്ള പ്രഷർ നോക്കി ഒരു ഭാഗത്ത് Q മാക്സും ഒരു ഭാഗത്തുള്ള പ്രഷർ QUXും രണ്ടും കണ്ടെത്തി. എന്നിട്ട് അതിനെ ഒരു ട്രയാങ്കിളും റെക്റ്റാങ്കിളും ആക്കി മാറ്റിയിട്ട് അവിടെയുള്ള മൊമെൻറ്റ് കണ്ടെത്തി. അങ്ങനെ MUX കണ്ടെത്തി. ഇനി നെക്സ്റ്റ് നമുക്ക് MUY കണ്ടെത്തണം. MUY കണ്ടെത്തണം. അപ്പോൾ MUY കണ്ടെത്തണമെങ്കിൽ ഇതാണ് നമ്മുടെ കോളം.
ഇത് 2 മീറ്റർ, ഇത് 3 മീറ്റർ, ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ഫൂട്ടിങ്, ഇവിടെ കോളുണ്ട്. അപ്പോൾ ഈ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ഡയമെൻഷനാണ് നമ്മൾ ബേസ് ആക്കിയിട്ട് വരയ്ക്കുന്നതെങ്കിൽ ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ ഉണ്ടാക്കുന്ന മൊമെൻറ്റിനെയാണ് നമ്മൾ MUY എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ സോയിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടെത്തിയ പോലെയല്ല സോയിൽ പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ റെക്റ്റാങ്കുലർ ആക്കിയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഒരു സാധാരണ യൂണിഫോം പ്രഷർ ആക്കിയിട്ട് തന്നെയാണ് നമ്മളിവിടെ പ്രഷർ എടുക്കുന്നത്. ട്രപ്പിസോയിഡൽ ഷേപ്പിലല്ല ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ആക്ട് ചെയ്യുന്നത് യൂണിഫോം പ്രഷർ ആണെന്ന് തന്നെ കൺസിഡർ ചെയ്യാം. യൂണിഫോം പ്രഷർ ആണെന്ന് തന്നെ കൺസിഡർ ചെയ്യാം. പക്ഷേ ആ യൂണിഫോം പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടെ കൺസിഡർ ചെയ്യുന്ന യൂണിഫോം സോയിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ Q മിഡിൽ പ്ലസ് Q മാക്സ് അതിൻ്റെ ഒരു ഏവറേജ് ആണ്. Q മിഡിൽ പ്ലസ് Q മാക്സ് അതിൻ്റെ ഒരു ഏവറേജ് ആണ് അവിടെയുള്ള സോയിൽ പ്രഷറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് Q മിഡിൽ എത്രയെന്ന് കണ്ടെത്തണം. അതിന് വേണ്ടി നമുക്ക് നമ്മുടെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കുക. ഇങ്ങനെയായിരുന്നു ഡയഗ്രാം. ഇവിടെ 151.66, ഇവിടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 231.66. മിഡിൽ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം 3 ആണെങ്കിൽ ഒരു 1.5 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ മിഡിൽ എന്ന് പറയുന്നത്. ഇതാണ് Q മിഡിൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ Q മിഡിൽ എത്രയെന്ന് കണ്ടെത്തണം. അതിന് വേണ്ടി ഞാൻ ഇതിനെ 2 സെക്ഷനാക്കി മാറ്റി. അപ്പോൾ ഇത് എക്സ്, ഇത് 151.66, അപ്പോൾ അത് 80 ആയിരിക്കും. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 1.5 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്താൽ എക്സ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. സോ Q മിഡിൽ ഈക്വൽ ടു 151.66 പ്ലസ് 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 191.66 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ മിഡിൽ വാല്യൂ, അപ്പോൾ Q മിഡിൽ. അപ്പോൾ ഇനി സോയിൽ പ്രഷർ എന്ന് പറയുന്നത് MUY കണ്ടെത്താനുള്ള സോയിൽ പ്രഷറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന് രണ്ടിൻ്റെ ഒരു ഏവറേജ് ആണ്. അപ്പോൾ സോയിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 191.66 എന്ന് പറഞ്ഞ മിഡിൽ പ്രഷറിൻ്റെയും മാക്സിമം പ്രഷറായിട്ട് 231.66ൻ്റെയും ഒരു ഏവറേജ്, ആ വാല്യൂ എന്ന് പറഞ്ഞാൽ 211.66 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് MUY കാണാം. MUY കാണുമ്പം ഈ 211.66 എന്ന പ്രഷർ ആക്ട് ചെയ്യുന്നത് 3 മീറ്റർ ലെങ്ത്തിലേക്കാണ്. നമ്മൾ ഫിഗർ നോക്കിയാൽ അറിയാം, ഇതാണ് നമ്മുടെ ഡയഗ്രാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ്. ഈ സോയിൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ 3 മീറ്ററിലേക്കും അതുപോലെ തന്നെ ഈ ഒരു വിഡ്ത്തിലേക്കുമാണ്. ഈ വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക അത് 0.85 എന്നാണ്. അതായത് മൊത്തം 2 ആണ്. 2ൽ നിന്ന് 0.3 മൈനസ് ചെയ്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് ഈ 0.85 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിപ്പം കണ്ടെത്തിയ സോയിൽ പ്രഷർ, ഏവറേജ് സോയിൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഈ 3 മീറ്ററിലേക്കും അതുപോലെ 0.85ലേക്കാണ്. അത് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.85/2 ആയിരിക്കും. അതായത് ഈ ഒരു സെൻറ്ററിലാണ് നമ്മൾ ആക്ട് ചെയ്യുന്നതെന്ന് പറയും. ഇതാണ് സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആക്സസിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം 0.85 ആണെങ്കിൽ 0.85/2 ആയിരിക്കും നമ്മുടെ മൊമെൻറ്റ് കാണാനുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ 211 × 6 × 0.85 ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് കിട്ടും. ഇൻറ്റു ലിവർ ആം വേണമല്ലോ, ലിവർ ആം അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് ആണ് 0.85/2. അത് ചെയ്യുന്ന സമയത്ത് 229.38 kN മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ MUXും കണ്ടെത്തി MUYയും കണ്ടെത്തി. അപ്പോൾ അതായത് വലുത് എന്ന് പറഞ്ഞാൽ MUX ആണ് വലുത്. അപ്പോൾ MUX ഈസ് ഗ്രേറ്റർ ദാൻ MUY. അപ്പോൾ MUX വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡെപ്ത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടെത്തണം? MU ലിമിറ്റ് കണ്ടെത്തണം. അപ്പോൾ MU ലിമിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മുടെ കോഡിൽ IS 456ൽ പേജ് നമ്പർ 96ൽ MU ലിമിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. FE 415 ആണെങ്കിൽ MU ലിമിറ്റ് കാണാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതായിരിക്കും കിട്ടുക. 0.138 FCK BD² എന്നാണ് ഇക്വേഷൻ. MU ലിമിറ്റ് കാണാനുള്ളത് ഫോർ FE 415. FE 415 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. പേജ് നമ്പർ 96ലാണ് ജനറൽ ഇക്വേഷൻ കൊടുത്തത്. ഇനി നമുക്കിതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ MU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0.138 FCK എന്ന് പറഞ്ഞാൽ 20 ആണ്. പിന്നെ ബിയും D². ബി എന്താണെന്ന് അറിയണം. ഇപ്പോൾ നമ്മൾ MUX ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഫസ്റ്റത്തെ കേസിലുള്ളതായിരുന്നു ഈ ഒരു ഡയഗ്രം. ഇവിടെയാണ് നമുക്ക് ലാർജർ വാല്യൂ ഓഫ് മൊമെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ MUX എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ കേസിൽ നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഈ ക്രിട്ടിക്കൽ സെക്ഷൻ്റെ വിഡ്ത്തായിട്ട് വരുന്നത് ബിയും അതിൻ്റെ ഡെപ്തായിട്ട് വരുന്നത് ഡിയും. ഇൻ കേസ് നമുക്കിനി ഇങ്ങനെ നോക്കുമ്പോഴാണ് ലാർജർ വാല്യൂ കിട്ടിയിരുന്നെങ്കിൽ,
അതായത് ഇതാണ് നമുക്ക് ലാർജർ വാല്യൂ കിട്ടിയിരുന്നെങ്കിൽ, ഈ ഒരു കേസിലാണ് ലാർജർ വാല്യൂ കിട്ടിയിരുന്നെങ്കിൽ ഇതാണ് നമ്മുടെ വിഡ്ത്തായിട്ട് വരിക, ഇതാണ് നമ്മുടെ വിഡ്ത്തായിട്ട് വരിക, ഡെപ്ത് ആയിട്ട് വരുന്നത് ഡി. ഈ കേസിൽ നമുക്ക് MUX തന്നെയാണ് ലാർജറായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് ബി എന്ന് പറഞ്ഞാൽ 2000 ആണ്, ഇൻറ്റു 2000 ഡി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ MU ലിമിറ്റിനെ നമുക്ക് MUXനോട് ഇക്വേറ്റ് ചെയ്യാം. MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു MUX. MU ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടെത്തിയ 0.138 FCK BD സ്ക്വയർ ഈക്വൽ ടു MUXൻ്റെ വാല്യൂ 334.6 × 10⁶ ന്യൂട്ടൺ mm ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് D എന്ന് പറഞ്ഞാൽ 246 mm എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ 3, അപ്പം നമ്മൾ ഡെപ്ത് ഫ്രം 1 വേ ഷിയർ, 2 വേ ഷിയർ, അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ്, 3 രീതിയിലുള്ള ഡെപ്തും കണ്ടെത്തി. ഇതിൽ മാക്സിമം വാല്യൂ ഓഫ് ഡെപ്ത് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു 1 വേ ഷിയർ ആണ്. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് D ഈക്വൽ ടു 416 ആണ്. അപ്പോൾ നമുക്ക് ദ ബേസ്ഡ് ഓൺ 1 വേ ഷിയർ, 2 വേ ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്, മാക്സിമം വാല്യൂ ഓഫ് ഡെപ്ത് ഈസ് D ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് ഡെപ്ത് എന്ന് പറയുന്നത്, മാക്സിമം വാല്യൂ ഓഫ് ഡെപ്ത് D ഈക്വൽ ടു 461.4 mm ആണ്. ദിസ് വാല്യൂ ഈസ് കറസ്പോണ്ടിങ് ഫോർ 1 വേ ഷിയർ. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ഡെപ്ത് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഡെപ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഇനി കണ്ടെത്തേണ്ടത് വെച്ചാൽ ഓവറോൾ ഡെപ്ത് കണ്ടെത്താനാണ് വേണ്ടത്. അപ്പോൾ ഇത് 461 നമുക്കൊന്ന് എന്താ പറയുക റൗണ്ട് ചെയ്തിട്ട് 500 mm ആക്കാം. അപ്പോൾ D എന്ന് പറയുന്നത് നമുക്ക് 500 mm എടുക്കാം. ഇനി നമ്മൾ 60 mm ഡയാ ബാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ ക്ലിയർ കവർ എന്ന് പറയുന്നത് 75 mm ക്ലിയർ കവറാണ്, 75 mm ആണ് ക്ലിയർ കവർ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ബേസിൽ നമുക്ക് ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത്, D ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഇഫക്റ്റീവ് ഡെപ്ത് പ്ലസ് ക്ലിയർ കവർ പ്ലസ് ഹാഫ് ഓഫ് ഡയമീറ്റർ ഓഫ് ബാർ, അങ്ങനെയല്ലേ വരിക, 16/2. ഇത് ചെയ്യുന്ന സമയത്ത് D എന്ന് പറയുമ്പോൾ 600 mm എന്ന് കിട്ടും. 583 സംതിങ് ആണ് നമുക്ക് കിട്ടുക, 583 mm ആണ് കിട്ടുക. അതിന് റൗണ്ട് ചെയ്ത് നമ്മൾ 600 mm ക്ലിയർ കവർ ഓവറോൾ ഡെപ്ത് എടുത്ത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇഫക്റ്റീവ് ഡെപ്ത് മാറിയിട്ടുണ്ടാവും. ആ ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ 500 എടുത്തിട്ടായിരുന്നു ചെയ്തത്. അത് ചെയ്തപ്പോൾ നമുക്ക് 583 ഓവറോൾ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അതിന് റൗണ്ട് ചെയ്ത് 600 mm കണ്ടെത്തി. ഇനി നമ്മൾ ന്യൂ എഫക്റ്റീവ് ഡെപ്ത് കണ്ടെത്തണം. ന്യൂ എഫക്റ്റീവ് ഡെപ്ത് കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം ഈ ഫൂട്ടിങ്ങിൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ലോങ്ങർ ഡയറക്ഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാർസ് ഷോർട്ടർ ഡയറക്ഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ലോങ്ങർ ഡയറക്ഷനിലെ എഫക്റ്റീവ് ഡെപ്തും ഷോർട്ടർ ഡയറക്ഷനിലെ എഫക്റ്റീവ് ഡെപ്തും വ്യത്യാസമായിരിക്കും. അപ്പോൾ ന്യൂ എഫക്റ്റീവ് ഡെപ്ത് ഇൻ ലോങ്ങർ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ലോങ്ങർ ഡയറക്ഷൻ എന്ന് പറയുമ്പം 600 ആയിരുന്നു, 75 ക്ലിയർ കവർ പോയി, പിന്നെ ഒരു ബാറിൻ്റെ പകുതി പോയി. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ 517 mm ആണ് ലോങ്ങർ ഡയറക്ഷനിൽ വരുന്നത്. ഇനി ഷോർട്ടർ ഡയറക്ഷനിൽ നോക്കാം. ഷോർട്ടർ ഡയറക്ഷൻ നോക്കുമ്പോൾ 600 മൊത്തം 75 പോയി. അതിനുശേഷം ഒരു ബാർ നമ്മൾ ലോങ്ങർ ഡയറക്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡയമീറ്ററും കുറയ്ക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഷോർട്ടർ ഡയറക്ഷനിൽ വെക്കുന്നത്. അപ്പോൾ ആ ഒരു ബാറിൻ്റെ ഹാഫ്, ആ ബാറിൻ്റെ സെൻറ്ററിൽ വരെയുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 501 mm എന്ന് പറയും. ഇതിൻ്റെ ഫിഗർ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആവാത്തവർ ആ വീഡിയോ ഒന്നുകൂടെ നോക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കിനി കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ റെയിൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേഷനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെയിൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേഷനാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഈ ഒരു കോൺസെൻട്രിക് ഫൂട്ടിങ് നമ്മൾ ഫസ്റ്റ് ചെയ്തു, അതുപോലെ എസെൻട്രിക് ഫൂട്ടിങ് ഇപ്പോൾ ചെയ്തു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെപ്ത് കണ്ടെത്തുന്ന ആ പോർഷനിലേക്കാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. അതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, അതുപോലെ ഡെപ്ത് എന്ന് കണ്ടെത്തുന്ന ഭാഗത്താണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. കാരണം അവിടെയാണ് നമ്മൾ സോയിൽ പ്രഷർ കൺസിഡർ ചെയ്യുന്നത്. ആ സോയിൽ പ്രഷറിൻ്റെ ആ ഒരു യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ടുള്ള എഫക്റ്റ് വരുന്നത് ലെങ്ത്തും വിഡ്ത്തും അതുപോലെ തന്നെ ഡെപ്തും കാണുന്ന വിധത്തിൽ. അതിനുശേഷം കാണുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പേസിങ് കണ്ടെത്തണം, പിന്നെ അതുപോലെ ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് കണ്ടെത്തണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തത് കോൺസെൻട്രേറ്റ് പ്രോബ്ലം ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി റെയിൻഫോഴ്സ്മെൻറ്റിൻ ലോങ്ങർ ഡയറക്ഷനിൽ കണ്ടെത്തണം, അതുപോലെ തന്നെ ഷോർട്ടർ ഡയറക്ഷനിൽ കണ്ടെത്തണം, ലോങ്ങർ ഡയറക്ഷനിലെ സ്പേസിങ് കണ്ടെത്തണം. ഷോർട്ടർ ഡയറക്ഷൻ റെക്ടാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് ബാൻഡിലുള്ളത് സെപ്പറേറ്റ്, സെൻട്രൽ ബാൻഡിലുള്ള സെപ്പറേറ്റും ഔട്ടർ ബാൻഡിലുള്ള സെപ്പറേറ്റും കണ്ടെത്തണം. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിലിംഗ് ഫിഗർ വരയ്ക്കണം. ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ മാത്രം ഞാൻ പറയാം. അപ്പോൾ ഇനി റെയിൻഫോഴ്സ്മെൻറ്റിൻ ലോങ്ങർ ഡയറക്ഷനാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ, കോഡിൽ പേജ് നമ്പർ 96 നോക്കിയിട്ട് ചെയ്യാം.
കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ്, ഞാൻ ഷോർട്ടായിട്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ലോങ്ങർ ഡയറക്ഷനാണ് നമ്മൾ ഫസ്റ്റ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ലോങ്ങർ ഡയറക്ഷനിൽ കണ്ടെത്തുമ്പോൾ നമ്മൾ MUX യൂസ് ചെയ്യുക. ഈ 96 പറഞ്ഞ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനിൽ MU എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോങ്ങർ ഡയറക്ഷൻ ആവുന്ന സമയത്ത് നമ്മൾ MUX എന്നാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ MUX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് AST റിക്വയർഡ്, എത്ര AST ആണ് അവിടെ റിക്വയർഡ് എന്ന് കിട്ടും. AST റിക്വയർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് AST റിക്വയർഡ് കണ്ടെത്തുക. അപ്പോൾ പെർസെൻറ്റേജ് AST റിക്വയർഡ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഓൾറെഡി ഒരു പെർസെൻറ്റേജ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ 0.25 എന്നുള്ള പെർസെൻറ്റേജ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പെർസെൻറ്റേജ് റിക്വയർഡ് എന്നുള്ളത് നമ്മൾ ഈ അസ്യൂം ചെയ്ത 0.25 കുറവാണെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഉറപ്പ് വരുത്തുകയാണെങ്കിൽ, കുറവായിരുന്നെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 0.5 എന്നുള്ളത് ഓക്കെയാണ്. അങ്ങനെ ആ 0.25 ആണ് നമ്മളിപ്പം കൊടുക്കാൻ പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രൊവൈഡിങ് AST എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് AST എന്ന് പറഞ്ഞാൽ 0.25 ആണ്. അത് വെച്ചിട്ട് ആക്ച്വൽ AST എത്രയാണെന്ന് കണ്ടെത്തുക. അതാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വൽ AST ഇൻ ലോങ്ങർ ഡയറക്ഷൻ എന്ന് കിട്ടുന്നത് 2585 mm² എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ വാല്യൂ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ചെക്ക് ചെയ്യാം. മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് ഫോർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് 0.12% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ ആ വാല്യൂ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആ മിനിമം വേണ്ട റെയിൻഫോഴ്സ്മെൻറ്റിനേക്കാൾ കൂടുതലാണ് ഈ വാല്യൂ എന്ന് ഉറപ്പ് വരുത്തുക. ഈ കേസിൽ കൂടുതലാണ് വരിക. AST പ്രൊവൈഡഡ് എന്ന് പറയുന്നത് ആക്ച്വൽ AST എന്ന് പറഞ്ഞത് മിനിമം ASTനേക്കാളും കൂടുതലാണ് വരിക. അതൊന്ന് ഉറപ്പ് വരുത്തണം. ആ ഒരു ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ സ്പേസിങ് കൊടുക്കണം. അപ്പോൾ സ്പേസിങ് കൊടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു ലോങ്ങർ ഡയറക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ലോങ്ങർ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അവൈലബിൾ ആയിട്ടുള്ള കൊടുക്കാനുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും. അതായത് ഇതാണ് നമ്മുടെ 3 മീറ്റർ ഇവിടെ ഉണ്ട്, 2 മീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലോങ്ങർ ഡയറക്ഷനിലെ ഡിസ്ട്രിബ്യൂഷനാണ് നോക്കുന്നത്. അപ്പോൾ ലോങ്ങർ ഡയറക്ഷനിലെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലോങ്ങർ ഡയറക്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ലോങ്ങർ ഡയറക്ഷൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ 2 മീറ്റർ വിഡ്ത്തിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ സ്പേസിങ് ഇതാക്കാൻ വേണ്ടി 2000 ആണ് നമ്മൾ അതിൻ്റെ ആ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഒരു ബാറിൻ്റെതെന്ന് പറഞ്ഞാൽ 5/4 16² / 2585. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പേസിങ് കിട്ടുന്നത് 150 mm ആണ് സ്പേസിങ് കിട്ടുന്നത്. അപ്പോൾ 16 mm ബാർ അറ്റ് 150 mm സ്പേസിങ് എന്നാണ് നമുക്ക് എവിടെ കിട്ടുക? ലോങ്ങർ ഡയറക്ഷനിൽ കിട്ടുക. ഇതുപോലെ നെക്സ്റ്റിന് ഷോർട്ടർ ഡയറക്ഷനിലും ചെയ്യണം. റെയിൻഫോഴ്സ്മെൻറ്റ് ഷോർട്ടർ ഡയറക്ഷൻ കണ്ടെത്തണം. ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഷോർട്ടർ ഡയറക്ഷനിൽ എത്രയാണ് AST വേണ്ടതെന്ന് നോക്കുക. സെയിം ചെക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എത്രയാണ് AST റിക്വയർഡ് നോക്കുക. നമ്മൾ പ്രൊവൈഡ് ചെയ്ത AST പ്രൊവൈഡഡ് നോക്കുക. അപ്പോൾ ടോട്ടൽ ഷോർട്ടർ ഡയറക്ഷനിൽ വേണ്ട AST കണ്ടെത്തുക. അതിനുശേഷം റെയിൻഫോഴ്സ്മെൻറ്റിന് സെൻട്രൽ ബാൻഡും അതുപോലെ തന്നെ ഔട്ടർ ബാൻഡിലും സെപ്പറേറ്റ് കൊടുക്കണം. റെയിൻഫോഴ്സ്മെൻറ്റിന് സെൻട്രൽ ബാൻഡ് എത്രയാണെന്ന് കൊടുക്കുക. റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ സെൻറ്റർ ബാൻഡ് അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെൻട്രൽ ബാൻഡിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 3006 mm എന്ന് കിട്ടും, mm² എന്ന് കിട്ടും. ഇനി അതിൻ്റെ സ്പേസിങ് നോക്കാം. അപ്പോൾ സെൻട്രൽ ബാൻഡിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിടുത്തായിരിക്കും. അപ്പോൾ 2000 3000 നമ്മൾ ഫൂട്ടിങ്ങിൻ്റെതെങ്കിൽ 2000 ആണ് സെൻട്രൽ ബാൻഡിൻ്റെ വിടുത്തായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്പേസിങ് നോക്കണം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പേസിങ് എന്ന് പറഞ്ഞാൽ 130 mm ആയിരിക്കും കിട്ടുക. അപ്പോൾ 16 mm ബാർ അറ്റ് 130 mm സ്പേസിങ് എന്നായിരിക്കും സെൻട്രൽ ബാൻഡിൽ കിട്ടുക. ഇനി നെക്സ്റ്റ് ഔട്ടർ ബാൻഡ് നോക്കണം. ഔട്ടർ ബാൻഡിൽ നമ്മൾക്ക് ബാലൻസ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ബാലൻസ് റെയിൻഫോഴ്സ്മെൻറ്റ് ആണ് ഔട്ടർ ബാൻഡിൽ കൊടുക്കുക. അപ്പോൾ ടോട്ടലിൽ നിന്ന് സെൻട്രൽ ബാൻഡിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 715.5 mm² ആണ് ഔട്ടർ ബാൻഡിൽ കൊടുക്കേണ്ടത്. ഇനി സ്പേസിങ് നോക്കണം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫിഗർ ഇങ്ങനെയായിരുന്നു. ഇത് 3 മീറ്റർ, ഇത് 2 മീറ്റർ. അലോങ് ഷോർട്ടർ ഡയറക്ഷനിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സെൻട്രൽ ബാൻഡ് കൺസിഡർ ചെയ്ത് ഇതാണ് സെൻട്രൽ ബാൻഡ്. ഈ സെൻട്രൽ ബാൻഡിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞാൽ 2000 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഔട്ടർ ബാൻഡിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ഇവിടെ ഒരു 500ഉം ഇവിടെ ഒരു 500ഉം ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി ടോട്ടൽ അതായത് 1000 ആണ് നമുക്ക് ഔട്ടർ ബാൻഡ് ആയിട്ട്. ബാക്കിയുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത് പറഞ്ഞാൽ 500 + 500 1000 ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ സ്പേസിങ് കണ്ടെത്തണം. അപ്പോൾ ബാക്കി എന്ന് പറഞ്ഞാൽ 1000 ആണ് നമുക്ക് അവൈലബിൾ ആയ ലെങ്ത്ത്.
ഇൻറ്റു 5/4 16 സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെയിൻഫോഴ്സ്മെൻറ്റ് 751 ആണ്. 751.5 mm² എന്ന് കിട്ടും. ഇവിടെ 751.5 mm² എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്യുമ്പോൾ 260 mm എന്ന് കിട്ടും. അപ്പം പ്രൊവൈഡ് 60 mm ഡയാ ബാർസ് അറ്റ് 260 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ഫോർ ഔട്ടർ ബാൻഡ്. ഞാൻ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ, സ്റ്റെപ്സ് നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നോക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 42-ലാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അതിൽ LDയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.87 FIക്ക് പകരം 415 കൊടുക്കും. ഡയമീറ്റർ ഓഫ് സ്റ്റീൽ 16 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പിന്നെ നമ്മൾ ടേബിളിൽ നിന്നാണ് ആ വാല്യൂ സെലക്ട് ചെയ്യുന്നത്. ആ വാല്യൂ സെലക്ട് ചെയ്യുമ്പോൾ 1.6 ഇൻറ്റു 1.2 എന്ന് വരും. നമ്മൾ FE 415 ആയതുകൊണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 752.18 mm ആണ്. അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ വേണം നമ്മൾ അവിടെ ബാർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ബാർ പ്രൊവൈഡ് ചെയ്യാനുള്ള അവൈലബിൾ ലെങ്ത് നമുക്ക് അവിടെ ഉണ്ടോ നോക്കാം. അപ്പോൾ അവൈലബിൾ ലെങ്ത് ആ ഫൂട്ടിങ്ങിന് എത്രയാണ് അവൈലബിൾ ലെങ്ത് ഫോർ ബാറിങ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഡയറക്ഷൻ നോക്കിയാൽ മതി. 2000 ആയിരുന്നു മൊത്തത്തിൽ. 2000 അതിൽ 300 mm കോളത്തിന് പോയി. 300 mm സ്പേസിങ്ങിൽ കോളം സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ് ബൈ 2 അത് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും അത്രയുണ്ട്. അതിനൊരു 75 നമ്മളൊരു ക്ലിയർ കവർ കൊടുക്കണം. കാരണം 75 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ ഇത് ബാർസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ക്ലിയർ കവർ കൊടുക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 775 എന്ന് കിട്ടും. അതായത് നമ്മുടെ കോളം എങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ 300 ചെറിയ ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്, ഇവിടെ 2000. അപ്പോൾ നമുക്ക് ഈ 2000 300 മൈനസ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്താൽ ഇത്രയും ഡിസ്റ്റൻസ് കിട്ടും. ബാക്കി രണ്ട് ഭാഗത്തേക്കും പ്രൊജക്റ്റ് ചെയ്ത് ഡിസ്റ്റൻസ് കിട്ടും. അതിൽ ഈ 75 mm നമുക്ക് ബാസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2000 മൈനസ് 300 ഡിവൈഡ് ബൈ 2 മൈനസ് 75 എന്ന് വരുന്നത്. അപ്പോൾ 775 mm ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത്. നമുക്ക് 752 മാത്രം മതി ഡെവലപ്മെൻറ്റ് ലെങ്ത്. അപ്പോൾ ഹെൻസ് ഡിസൈൻ ഈസ് ഓക്കെ. അപ്പോൾ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിലിംഗ് വരയ്ക്കണം. ഡീറ്റെയിലിംഗ് വരച്ചത് ലാസ്റ്റ് ക്ലാസ് വരച്ച പോലെ തന്നെ ഇവിടെ 2 മീറ്റർ, ഇവിടെ 3 മീറ്റർ എലോങ് ലോങ്ങർ ഡയറക്ഷൻ ഉള്ളത് ഈക്വലായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 16 mm ബാർ അറ്റ് 150 mm സ്പേസിംഗ് ആയിരുന്നു. 16 mm ബാർ അറ്റ് 150 mm സ്പേസിംഗ് ആയിരുന്നു. സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിലായിരുന്നു. അതിനുശേഷം ഷോർട്ടർ ഡയറക്ഷനിൽ വരയ്ക്കണം. ഷോർട്ടർ ഡയറക്ഷനിൽ വരയ്ക്കുമ്പോൾ ഒരു സെൻട്രൽ ബാൻഡ് കൺസിഡർ ചെയ്യണം. 2000 mm സെൻട്രൽ ബാൻഡ് കൺസിഡർ ചെയ്തു. അവിടെ ബാസ് വെച്ചു. ഈ ബാസിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 16 mm അറ്റ് 130 mm സെൻറ്റർ ടു സെൻറ്റർ ആയിരുന്നു. 130 mm സെൻറ്റർ ടു സെൻറ്റർ ആയിരുന്നു. ബാക്കി റിമൈനിങ് ഉള്ള ബാൻഡ് പുറത്ത് പ്രൊവൈഡ് ചെയ്തു. ബാക്കി ഔട്ടർ ബാൻഡ് പുറത്ത് പ്രൊവൈഡ് ചെയ്തു. പുറത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 16 mm 260 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡീറ്റെയിലിംഗ് ഫിഗർ വരയ്ക്കണം. ഇത് പ്ലാൻ വ്യൂ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് എന്തും വരയ്ക്കാം. സെക്ഷൻ വ്യൂ വരയ്ക്കാം. സെക്ഷൻ വ്യൂ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ കോളം ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 600 ആയിരുന്നു. അപ്പോൾ അതിലൊരു ക്ലിയർ കവർ, ഒരു 75 mm ക്ലിയർ കവർ വിട്ടതിന് ശേഷം നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനൽ റെയിൻഫോഴ്സ്മെൻറ്റ് ലോങ്ങർ ഡയറക്ഷന് കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ 16 mm അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിൽ കൊടുക്കും. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഷോർട്ടർ ഡയറക്ഷനുള്ളത് വെക്കുന്നത്. മുകളിലായിട്ട് ഷോർട്ടർ ഡയറക്ഷനുള്ളത് വെക്കും. അപ്പോൾ ഇങ്ങനെ ഷോർട്ടർ ഡയറക്ഷനിൽ വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 16 mm ആണ്. അതിൽ 130 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ സെൻട്രൽ ബാൻഡ്. സെൻട്രൽ ബാൻഡിലാണെങ്കിൽ 130 mm ആണ്. ഔട്ടർ ബാൻഡിലാണെങ്കിൽ ഔട്ടർ ബാൻഡ് സെപ്പറേറ്റ് എഴുതി വെക്കുക. ഔട്ടർ ബാൻഡ് ആണെങ്കിൽ 230 mm സെൻറ്റർ ടു സെൻറ്റർ ആണ്. അതിൻ്റെ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് 500. ഇത് മൊത്തം 3000. സോ ഇത് 600 ആണ് ഓവറോൾ ഡെപ്ത്. അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഫിഗറും അതുപോലെ പ്ലാൻ വ്യൂയും വരയ്ക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ എസെൻട്രിക് കോളത്തിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആവും.